ഒരിക്കൽ പാരീസിൽ നിന്ന് ബ്രസൽസിലേക്ക് ഗുരു യാത്ര ചെയ്യുകയാണ്. തീവണ്ടിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ചെന്ന് മുട്ടി. ആരും തുറന്നു കൊടുത്തില്ല. പ്രീമിയർ പ്രീമിയർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സാണ്, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. സെക്കൻഡ് ക്ലാസ്സിൽ ആരോ തുറന്നു, ഡോറ് തുറന്നു കൊടുത്തു. ട്രെയിനിൻ്റെ അകത്തെത്തി. ഗുരുവിനെ കണ്ടതോടെ, താടിക്കാരനായ ഗുരുവിനെ കണ്ടതോടെ ഇരിക്കാനുള്ള ഇടം കൊടുക്കാതിരിക്കാൻ എല്ലാവരും കാല് കവച്ച് വെച്ചിരുന്നു എന്ന് നിത്യൻ എഴുതുന്നു. പക്ഷെ ഒരു കുട്ടി ഗുരുവിന് ഇരിക്കാൻ വേണ്ടി സ്ഥലമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഓടിച്ചെന്ന് പെട്ടിയുടെ മുകളിൽ ഇരിക്കുകയും താൻ ഇരുന്ന സ്ഥലത്ത് കുട്ടിയെ ഗുരുവിനെ ഇരുത്തുകയും ചെയ്തു. ആ കുഞ്ഞിൻ്റെ മനുഷ്യത്വം എന്നെ വികാരാധീനനാക്കി. ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തെ ഗുരു നിത്യചൈതന്യതി കണ്ടത്. ഒരു കുട്ടി വിദേശയാത്രക്കിടയിൽ ഒരു കുടുംബത്തിൽ ഗുരു താമസിക്കുന്നു. അവിടുത്തെ കുട്ടി വന്നുകൊണ്ട് ഗുരുവിനോട് ചോദിക്കുന്നു, അങ്ങേക്ക് എൻ്റെ അച്ഛനാകാമോ? അങ്ങേക്ക് എൻ്റെ അച്ഛനാകാൻ കഴിയുമോ? അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടി ചോദിക്കുന്നു, എൻ്റെ അച്ഛനാകാൻ കഴിയുമോ? ഗുരു സമ്മതിക്കുന്നു. ഗുരു അത് സമ്മതിച്ചപ്പോൾ ഈ കുട്ടിക്കുണ്ടായ സന്തോഷം, അച്ഛനില്ലാത്ത കുട്ടിക്ക് ഈ വാഗയാർ ഗ്രാമത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പോയ ജയചന്ദ്രൻ, പിന്നീട് ലോകത്തെ ജയിച്ച ഗുരു നിത്യ ചൈതന്യ യതിയായിട്ട് മാറിയ പന്തളം രാഘവ പണിക്കരുടെ മകൻ തൻ്റെ അച്ഛനായി തീർന്ന് എവിടെയോ ഉള്ള ഒരു കുട്ടി, ആ ആനന്ദം അനുഭവിക്കുന്ന നേരത്ത് കുട്ടി അമ്മയോട് പറയുകയാണ്, മാം സീ മൈ ഡാഡ്, എൻ്റെ അച്ഛനെ നോക്കൂ, എൻ്റെ അച്ഛനെ കാണൂ അമ്മേ എന്ന് കുട്ടി പറയുമ്പോഴേക്ക് മിസ്സിസ് ലാൻഫ്രൈനറുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഗുരു എഴുതുകയാണ്, അങ്ങനെ ഓർക്കാപ്പുറത്ത് ഞാനൊരു കണ്വനായി. ഇതൊക്കെയായിരുന്നു ഗുരു. ഗുരുവിനെ തേടേണ്ടത് ഗുരുവിൻ്റെ പുസ്തകങ്ങളിലൂടെ പോലുമല്ല, ഗുരുവിൻ്റെ കർമ്മപഥങ്ങളിലൂടെയാണ്, ഗുരുവിൻ്റെ സഞ്ചാരങ്ങളിലൂടെയാണ്. ഞാനൊരു മുസാഫിറാണ് എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന, പക്ഷേ ഗുരു യാത്ര ചെയ്തത് മനുഷ്യരുടെ ഹൃദയങ്ങളുടെ ഗിരിശൃംഗങ്ങളിലൂടെയാണ്.